Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് coconut shrimp fries. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മസാല ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. ഇതിന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചില്ലി പൗഡറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സാൾട്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത ഒരു ഇതാണ്. ഞങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയാണ്. ഇത് വേണ്ടവർ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഉണ്ട്. ഈ ചെമ്മീൻ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ ഈ വാല് മുറിച്ച് കളയരുത്. ഇതാണ് ഇതിൻ്റെ സ്റ്റൈല്. ഓക്കെ, ഇനി നമുക്ക് ഇതെന്താ വെച്ചാൽ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത് കൊടുക്കാം. നമുക്ക് ഈ ചെമ്മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഈ ചെമ്മീനോടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ഉപ്പും ചില്ലി പൗഡറൊക്കെ ഒന്ന് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ അവിടെ മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതാണ്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ വേറെ ഒരു പ്ലേറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കപ്പ് ബ്രെഡ് ക്രംസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിനൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഈ മൈദ എടുക്കണത് നിങ്ങളെ ചെമ്മീൻ്റെ അളവ് അനുസരിച്ചിട്ടാണ്. നമുക്ക് ഇതാണ്ടൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഇതെടുത്ത് ചെമ്മീൻ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഈ എഗ്ഗിലേക്ക് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. അതാ നമ്മളെ കോക്കനട്ട് ഷ്രിംപ് ഫ്രൈ നല്ല കുട്ടപ്പന്മാരായിട്ട് റെഡി ആയിട്ടിരിക്കണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ആവാം, സൺഫ്ലവർ ഓയിലും ആവാം. ഓക്കെ, നമുക്കിത് കുട്ടപ്പന്മാരെ ഫ്രൈ ചെയ്തെടുക്കാൻ കൊണ്ടാവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്ത പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാണ്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അവിടെ തന്നെ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യണതിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണപ്പോൾ ചൂടാവുന്നുണ്ട്. നമുക്കിനി ചൂടായതിൻ്റെ ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിങ്ങനെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടാൻ്റെ ശേഷം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ചെമ്മീൻ ഇങ്ങനെ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമോ? ചെമ്മീൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വരട്ടെടുക്കണം. അപ്പൊ ചെമ്മീൻ ഇതേപോലെ ഇങ്ങനെ നിന്ന് വരും. നല്ല ടേസ്റ്റിയാണ്. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ സാധാ ചെമ്മീൻ തന്നെ അങ്ങനെ വേറൊരു ഗ്രേവിയൊക്കെ ആക്കി തിന്നുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇങ്ങനെ ആക്കി തിന്നുമ്പോൾ ഇതിനെക്കാട്ടും ടേസ്റ്റ് ആവില്ലേ? ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഇതിങ്ങനെ ഗോൾഡൻ കളറായി വരുമ്പോ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റണം. ഞാൻ ഇപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ചെമ്മീൻ ഇതെങ്ങനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ചിലർക്ക് മനസ്സിലുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരികയാണ്. ഈ ചെമ്മീൻ്റെ ഉൾഭാഗം എടുത്തിട്ട് ഇങ്ങനെ ലൈന് വരച്ചു കൊടുക്കുക. അപ്പം അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊത്തിയാവുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഞാൻ അവിടെ കുറച്ച് സോസ് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പിയാണിത്. നല്ല ഇഷ്ടമായി. ക്രിസ്പിനെസ്സും ഉള്ളിലത്തെ ചെമ്മീനും നല്ല ടേസ്റ്റാണ്. നല്ല ഇഷ്ടമായി. എനിക്ക് വീണ്ടും അതിനെ കത്തി തിന്നാൻ തോന്നി. ട്രൈ ചെയ്തോല് തിന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും പിന്നെ ഇത് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതണേ. എന്തെങ്കിലും പറയണ്ടേ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ബൈ. അസ്സലാമു അലൈക്കും.